ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് സൺ കാർഡാണ് വന്നിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടിരിക്കും, അതുപോലെ തന്നെ വളരെ ആക്റ്റീവായിരിക്കും, വളരെ ഇന്നസെൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വളരെ പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ പറ്റും. പിന്നെ നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു ഹീലിംഗ് പൂർണ്ണമായിട്ട് മാറി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആരിൽ നിന്നാണോ ട്രോമ അനുഭവിക്കുന്നത് ആ ആൾക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക, അവരോടൊക്കെ വളരെ ഇന്നസെൻ്റ് ആയിട്ടൊക്കെ പെരുമാറാനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. അവിടെയൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു തിങ്കിങ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പുതിയ തുടക്കം എന്നാണ് ലൈഫിലെ ഒരു പുതിയ ഘട്ടം തന്നെ ചിലപ്പോൾ ആരംഭിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ പാസ്റ്റിൽ ഒരുപാട് ട്രോമാസ് ഉള്ള ആളുകളായിരിക്കും. ഈ സൺ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കണം, നമ്മൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നു, രാത്രിയിൽ അസ്തമിക്കുന്നു, അതിനുശേഷം കുറച്ച് ഇരുണ്ട സമയമാണ് രാത്രി എന്ന് പറയുന്നത്. അത് നമ്മുടെ ലൈഫിലെ പാസ്റ്റ് ആണെന്ന് വിചാരിക്കുക. പാസ്റ്റിലെ കുറച്ച് ഇരുണ്ട സമയത്തിന് ശേഷം വീണ്ടും ലൈഫിൽ പുതിയ സൂര്യൻ ഉദിക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ സൺ കാർഡ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ ആരെങ്കിലും, അതായത് നിങ്ങളുടെ മുൻജന്മങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു സോൾമേറ്റ് അതേപോലെ തന്നെ പുനർജനിച്ചിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മേ ബി നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്, പക്ഷേ ഇന്ന് അയാളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ അറിയുന്ന ഒരാളെ പോലെയൊക്കെ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സൺ കാർഡ് എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കം എന്നാണ് അർത്ഥം. ഹീലിങ്ങിൻ്റെ കാർഡാണ്. ഹീലിംഗ് ചെയ്ത് അല്ലെങ്കിൽ ഹീലിംഗ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുന്നു. അപ്പോൾ ഹീല് ചെയ്ത് പുറത്ത് വരുന്ന നിങ്ങളുടെ ഒരു പുതിയ വേർഷനാണിത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ നടക്കുന്നു, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ലൈഫ് സ്കില്ലിൻ്റെ കോച്ചിങ്ങോ അല്ലെങ്കിൽ ഹീലിങ്ങിൻ്റെ ഏതെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയോ ഹീലിംഗ് പഠിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കേട്ടോ. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. പിന്നെ ഇന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും. ചിന്തകളെല്ലാം പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിലൂടെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് സൺ കാർഡ് പറയുന്നത് കേട്ടോ. അതുപോലെ ഇന്നൊരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ചിലപ്പോൾ പുനർജന്മമുള്ള അല്ലെങ്കിൽ അതേപോലത്തെ ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട്. അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുക, നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുക, അത്തരത്തിലൊക്കെ ഉള്ള നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത് ചിലപ്പോൾ ഇന്നേ ദിവസം സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് സൺ കാർഡ് പറയുന്നത്. ദെൻ മജീഷ്യനാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ദൈവത്തിന് ഓഫറിങ് ഒക്കെ ചെയ്യുന്നതാണ്. ചിലപ്പോൾ വഴിപാടുകളൊക്കെ നടത്തുക, കൂടുതൽ സമയം പ്രാർത്ഥിക്കുക, ചിലപ്പോൾ ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, വഴിപാട് കഴിക്കുന്നുണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ പൂജകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. ദെൻ ഇന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും ഹൈ എനർജിയിലുള്ള ദിവസമാണ്. എല്ലാ റിസോഴ്സുകളും നമ്മുടെ കയ്യിലുണ്ട്, അതിനെ വേണ്ട രീതിയിൽ മേക്ക് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് ഇന്ന് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും എന്നാണ്. മിറാക്കിൾസ് ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസം എന്നാണ് ഈ മജീഷ്യൻ്റെ കാർഡ് വരുന്നത്. എല്ലാ ദിവസവും നമുക്ക് മജീഷ്യൻ കാർഡ് വരാറില്ല. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കിന്ന് ഒരു മജീഷ്യൻ്റെ എനർജിയാണ്. മജീഷ്യൻ്റെ ഒരു ഒരു എനർജിയിലാണ് നിങ്ങളിന്ന് നിൽക്കുന്നത്. അതായത് എന്തും മാനിപ്പുലേറ്റ് ചെയ്യാനായാലും ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് വളരെ കഴിവുണ്ടായിരിക്കും. ഇത് നിങ്ങൾ എന്തെങ്കിലും ഒരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഒന്നാമനാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അതാണ് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും ഉദാത്തമായ കാർഡാണ് ഈ പറഞ്ഞ മജീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതോ അത് നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും പോസിറ്റീവായിട്ടിരിക്കുക, ഏറ്റവും ക്ലെവറായിട്ട്, ഏറ്റവും കാര്യക്ഷമമായിട്ടൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക, അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക, അതിനുശേഷം മാനിഫെസ്റ്റ് ചെയ്യുക, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരും എന്നാണ് മജീഷ്യൻ പറയുന്നത്. ഓക്കെ, ഇന്ന് ചിലപ്പോൾ നിങ്ങൾ സംസാരിച്ച് ആളുകളിൽ നിന്ന് വിശ്വാസ്യത നേടുക, ആളുകളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുക, അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആളുകളോട് കൂടുതൽ സംസാരിച്ച് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസം പോലെ കാണുന്നുണ്ട്. അതാണ് മജീഷ്യൻ കേട്ടോ. 5 ഓഫ് സോർഡ്സ് നമ്മളെ
ഇത് നിങ്ങൾക്ക് ഉള്ള എനർജി, നിങ്ങളുടെ എനർജി എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് 5 ഓഫ് സോഡ് വന്നത്. അപ്പോൾ ഒരു അൺഫെയർ ബാറ്റിലാണ്. അതായത് എന്ത് വില കൊടുത്തും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരുതരം ക്രൂക്കഡായിട്ട് ചിന്തിക്കുന്ന, മറ്റുള്ളവരെ വേദനിപ്പിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ഒന്നാമനാവണം അല്ലെങ്കിൽ എനിക്ക് ജയിക്കണം എന്നുള്ള ചിന്തയിലിരിക്കുന്ന ആളുകളുടെ എനർജിയാണിത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളൊരു ചിന്തയിൽ ഒരു ചതി, വഞ്ചന, ഒരു കോമ്പറ്റീഷൻ, ചലഞ്ച്, അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, അവരെങ്ങനെയായാലും കുഴപ്പമില്ല, എനിക്ക് ജയിച്ചാൽ മതി എന്ന് വിചാരിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം കൊടുക്കുക, മറ്റുള്ളവരെ പെയിൻഫുൾ ആക്കുക എന്നുള്ളൊരു എനർജിയാണ് ഈ 5 ഓഫ് സോഡ്. അതൊരു തരം ഒരു അൺഫെയർ ബാറ്റിലാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലാണ് ഇങ്ങനെ ഒരു കാര്യം ഉള്ളതെങ്കിൽ നിങ്ങളത് ചെയ്യരുത്. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ഒരു കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. അതുപോലെ ഇന്നേ ദിവസം നിങ്ങൾക്കും ഇതേ ചതി പറ്റാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ മേക്ക് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നല്ല പന്നയെ, മുളയെ, ചക്കനെ എന്നൊക്കെ വിളിച്ചിട്ട് നിങ്ങളെ മേക്ക് യൂസ് ചെയ്യുക. നിങ്ങളുടെ എനർജിയെ ചിലപ്പം സ്ക്യൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അവർ കാര്യം നേടുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് 5 ഓഫ് സോഡ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഒരു കാത്തിരുന്നൊരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കാത്തിരുന്നൊരു ജോലി ആയിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊരു എന്തിനേലും അപേക്ഷ അയച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വെയിറ്റിംഗ് കഴിയുന്നു, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ റിലേഷൻഷിപ്പ് എൻഡപ്പായി പോയതായിരിക്കാം, റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്നെസ് വന്നതായിരിക്കാം, നിങ്ങൾ അയാൾക്ക് വേണ്ടി ഒരു കാത്തിരുന്നിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് ഓഫറോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വളരെ നിസ്സഹായമായിട്ട് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ആരെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട്. മറ്റുള്ളവർ എന്തെങ്കിലും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതോ നിങ്ങളോട് സഹായം തരാമെന്ന് പറയുന്നതോ ഒക്കെ ആവാനും സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ദെൻ 8 ഓഫ് സോഡ്സ് ആണ്. ഇത് നമ്മളാകെ ഒരു ട്രാപ്പിൽ വിട്ടുപോവുക. അതായത് നമ്മളാണ് ആക്ഷൻ എടുക്കേണ്ടത്. നമ്മൾ പിന്നെയാട്ടെ എന്ന് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം നമ്മൾ ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കയറി നിൽക്കുവാണ്. ഈ ആളുകൾ കൊണ്ട് നമ്മൾ ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് നമ്മളതിൽ കയറി നിൽക്കുവാണ്. അവിടെ നമ്മളാണ് ആക്ഷൻ എടുക്കേണ്ടത്, നമ്മൾ ആക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ടുന്ന നീതി പതുക്കെ വരത്തുള്ളൂ. നമ്മളാണ് ഇവിടെ ആക്ഷൻ എടുത്ത് പുറത്ത് വരേണ്ടത്, എന്നാൽ നമുക്ക് പെട്ടെന്ന് നീതി കിട്ടും. പക്ഷേ നമ്മളത് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് നീതി കിട്ടുന്നില്ല. അപ്പോൾ അത് താമസിക്കും എന്നുള്ളതാണ്. ഇതൊരു എൻട്രാപ്മെൻ്റ് ആണ്, വിക്ടിം മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ഞാൻ പെട്ടുപോയി, എന്നെ പെടുത്തിയതാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ട് ആർക്കെങ്കിലും എങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങളായിട്ട് ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഇന്ന് ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാറ്റ്ഫോമിലല്ലാതെ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ബ്ലോക്ക് മാറ്റിയിട്ട് ഒരു മെസ്സേജ് അയക്കുന്നതാകാനും സാധ്യതയുണ്ട്. കാരണം ഇത് ബ്ലോക്ക് എനർജിയാണ്. ഇത് അവിടോട്ടൊരു കപ്പ് ഓഫർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ അൺബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ട്രാപ്പിലാവുന്നൊരു എനർജിയാണ്. അതുകൊണ്ട് ട്രാപ്പിലൊന്നും ആകാതെ സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ പെടുത്താൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ പെടുത്തലിലൊന്നും പെടാതിരിക്കാൻ ശ്രമിക്കുക. ദെൻ ക്യൂൻ ഓഫ് സോഡ്സ് ആണ്. ഇത് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചോദ്യം ചെയ്യും. അതാണ് ക്യൂൻ ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾ മറ്റാരെങ്കിലുമായിട്ട് ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആർഗ്യുമെൻ്റ് ഉണ്ടാകുമ്പോൾ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്നത്. വളരെ ബുദ്ധിശാലിയായിട്ടുള്ളൊരു ഫെമിനിൻ എനർജിയാണ് നിങ്ങൾ. അതായത് ഏറ്റവും ബുദ്ധിയുള്ള ഒരു ഫീമെയിൽ എനർജിയാണ്. അപ്പോൾ ഇത് വീഡിയോ കാണുന്ന ആണായാലും പെണ്ണായാലും നിങ്ങളുടെ ഫെമിനിനിറ്റി ഏറ്റവും ക്ലവറായിട്ടുള്ള ഫെമിനിനിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദഹിക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ മുഖഭാവം കൊണ്ട് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും അവർ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ക്വീൻ ഓഫ് സോഡ്. എന്തായാലും നിങ്ങൾ ഇന്ന് ആരെങ്കിലും ഒരു കാര്യത്തിന് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആരെയായിരിക്കും ചോദ്യം ചെയ്യുന്നത്? ആരെയായിരിക്കും? ഡെത്ത് കാർഡാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനം എടുക്കേണ്ടത് ആരാണോ അവരോടായിരിക്കും കേട്ടോ. അവരായിരിക്കും, അതായത് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന ആൾ ആരാണോ അവരുമായിട്ടായിരിക്കും നിങ്ങളിന്ന് ക്ലാഷ് ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, ഇത് ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡ് കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ക്ലാഷ്, ശരിക്കും ഒരു ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
പിന്നെ ഇവിടെ ഡെത്ത് കാർഡ് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ചിലപ്പോൾ നിങ്ങൾ നല്ല ദേഷ്യം വരും, പക്ഷെ ആ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്തിട്ട് ദേഷ്യം പ്രകടിപ്പിക്കാതിരിക്കുന്നതാവാം. കാരണം അവിടെ ഒരു ഡെത്ത് കാർഡ് പറയുന്നത് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനം സംഭവിക്കുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങളുടെ പഴയ സ്വഭാവത്തിനാണെങ്കിൽ നിങ്ങൾ എടുത്തു ചാടുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് ചിലപ്പോൾ നിങ്ങളത് ചെയ്യുന്നില്ല, നിങ്ങൾ ആ പരിവർത്തനം സംഭവിക്കുന്നു, നിങ്ങൾ എടുത്തു ചാടുന്നില്ല, തന്മയത്വത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നാവാനും സാധ്യതയുണ്ട്. ഡെത്ത് കാർഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് നിങ്ങളെ, നിങ്ങളുടെ മേലധികാരികൾ, ക്യൂനോസോട് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. അതൊരു കാർമിക് സിറ്റുവേഷൻ ആണ് കേട്ടോ. കുറച്ച് പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ഒരു സൈക്കിൾ എൻഡാവുന്നു എന്നാണ് ഡെത്ത് കാർഡ് പറയുന്നത് കേട്ടോ. ദെൻ കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് വളരെ സ്നേഹം കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അവരെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്പ് ആയിരിക്കും. വരുന്നവർക്കെല്ലാം സ്നേഹം വിളമ്പി കൊടുക്കുന്ന ഒരാളായിരിക്കും ഇന്നത്തെ ദിവസം. വളരെ സ്നേഹമാണ് എല്ലാവരോടും. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യം ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്നേഹമുള്ള ആളുകളോട് അത് പ്രകടിപ്പിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കൂ. സ്നേഹം അടുക്കളയിൽ വെക്കാനോ അകത്ത് വെക്കാനോ പുഴുങ്ങി തിന്നാനോ ഉള്ളതല്ല, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങളത് പ്രകടിപ്പിക്കാനാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത്. നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനാണ് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഇവിടെ വളരെ ക്വിക്കായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ വളരെ കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും. വളരെ ക്വിക്കായിട്ട് നിങ്ങൾ ജോലികൾ ചെയ്യുന്നു, വളരെ പാഷനേറ്റ് ആയിട്ട് ജോലികൾ ചെയ്യുന്നു, ആസ്വദിച്ച് ജോലികൾ ചെയ്യുന്നു എന്നൊക്കെയാണ്. അതുപോലെ വളരെ വേഗത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ദൂരെയൊക്കെ ചിലപ്പോൾ യാത്ര പോകുന്നുണ്ടായിരിക്കും, വളരെ വേഗത്തിൽ യാത്ര പോകുന്നുണ്ടായിരിക്കും. ക്വിക്കായിട്ട് ആക്ഷൻ എടുത്തിട്ട് നിങ്ങൾ ജോലികൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ഇതൊരു നൈറ്റ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ഒരു ആർഗ്യുമെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ഫിസിക്കൽ ഇൻറ്റിമസി തോന്നാനും സാധ്യതയുണ്ടെന്നാണ് നൈറ്റ് ഓഫ് വാണ്ട്സ് പറയുന്നത്. ദെൻ സ്ട്രെങ്ത് കാർഡാണ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിരിക്കേണ്ട ഒരു സാഹചര്യം. ചിലപ്പോൾ ആ സാഹചര്യത്തെ അതിജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്ഷമയൊക്കെ വേണം, അല്ലെങ്കിൽ അതിന് കുറച്ച് ധൈര്യം, കുറച്ച് സ്ട്രെങ്ത് ഒക്കെ വേണം. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ആ സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ദിവസമായിരിക്കും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ പക്ഷേ അങ്ങനല്ലായിരുന്നു, ഇങ്ങനായിരുന്നു ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ. അതായത് നിങ്ങൾ ചിന്താഗതി മാറ്റി നിങ്ങൾ സ്ട്രോങ് ആവുന്നു, ബോൾഡ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെങ്ത് കാർഡ് വരുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആകേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ കൂടെ ചിലപ്പോൾ ഇന്ന് പോകേണ്ടി വരാൻ സാധ്യതയുണ്ട്. കുറച്ച് പെയിനൊക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ടിയൊക്കെ വരാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത് ഒരുതരം നിങ്ങൾ എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് അതേപടി നിങ്ങൾ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രം പറയാൻ ശ്രമിക്കുക. പിന്നെ പൈസയ്ക്ക് ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പൈസ ആവശ്യമുണ്ട്, പക്ഷേ ആ പൈസ കയ്യിലില്ല. അതുകൊണ്ട് ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരിക, പൈസയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടേണ്ടി വരിക, പൈസ ഇല്ല എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരിക എന്നൊക്കെയാണ്. പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. പൈസ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. പിടിച്ച് മാത്രം പൈസ ചിലവാക്കുക കേട്ടോ. പിടിച്ച് മാത്രം പൈസ ചിലവാക്കുക. പൈസ ചിലവാക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.